സർക്കാരിനെ അനൌദ്യോഗികമായി അറിയിച്ചു എന്ന് അദാനി പോർട്ടും ഇല്ലെന്ന് സർക്കാരും പറയുന്നുവെന്ന് പ്രതിപക്ഷം. സംസ്ഥാന താൽപര്യങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് അടിയറവ് വയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. That the company has entered into share purchase and subscription agreement on June 29th. അപ്പോൾ അവരുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു. അതിനുള്ള ധൈര്യം സാധാരണഗതിയിൽ കൺസെഷനായ അദാനി ഗ്രൂപ്പിന് കിട്ടുമോ? സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് പറയുന്നിടത്ത് ആ അനുമതി ഇല്ലാതെ ഇത്തരമൊരു നീക്കത്തിന് അവർക്കെങ്ങനെ ധൈര്യം കിട്ടി? അവിടെയാണ് വ്യക്തതയുണ്ടാകേണ്ടത്. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇവിടുത്തെ പ്രശ്നം 49% ഓഹരികൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷന് അദാനി കൈമാറിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അദാനിയുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ എന്നൂരിലും മുണ്ട്രയിലും അടക്കം അദാനി ആ ഓഹരികൾ MSCക്ക് കൊടുത്തിട്ടുണ്ട്. MSC ഈ 2 പോർട്ടുകളുമായും സഹകരിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും സ്വകാര്യ തുറമുഖങ്ങളാണ്. ഇത് സർക്കാരിന് പങ്കാളിത്തമുള്ള, സർക്കാരിന് ഒടുവിൽ കൈമാറേണ്ട തുറമുഖമാണ് എന്നുള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്തെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ MSC കമ്പനി 49% ഷെയറുകൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് അദാനി ഗ്രൂപ്പിന്റെ കമ്പനിയുടെ 49% ഷെയറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ മേജർ സ്റ്റേക്ക് ഹോൾഡർ അപ്പോഴും അദാനി ഗ്രൂപ്പ് തന്നെ ആയിരിക്കുമെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട റോൾ അവിടെ MSCക്ക് വരുന്നുണ്ട്. MSCയുടെ വലിയ നിക്ഷേപം 13,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപം വരുന്നുണ്ട്. ഓപ്പറേറ്റർ അദാനി തന്നെ ആയിരിക്കും, പക്ഷേ MSCയുടെ നിക്ഷേപം അവിടെ വരികയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അഭിലാഷ്, ഈ മുന്ദ്ര തുറമുഖമാണെങ്കിൽ എന്നൂറാണെങ്കിൽ ഇത് ലാൻഡ് ലോഡ് മാതൃകയല്ല. അതായത് കേരളത്തിൻ്റെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു മാതൃകയല്ല. അവർ തന്നെയാണ് പൂർണ്ണമായി അത് നടപ്പാക്കുന്നത്. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാർ 2 ഭാഗം സംസ്ഥാന സർക്കാരിനാണ് ഇതിൻ്റെ ഓണർഷിപ്പ് എന്നത്. അപ്പോൾ ഈ 49% ഓഹരി കൈമാറ്റം ചെയ്യുമ്പോൾ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കടന്നുവരവോടെ ഉണ്ടാകാൻ പോകുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നവർ പോലും ഇപ്പോൾ ഉയർത്തിരിക്കുന്ന ആശങ്കയുമായി ചേർത്ത് പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. കാരണം 49% ഓഹരി അവർക്ക് കിട്ടുമ്പോൾ നിലവിൽ തന്നെ ഏകദേശം ഡിസംബർ മാസത്തോടെ 1200 മീറ്റർ ബെർത്ത് വിഴിഞ്ഞത്ത് പൂർത്തിയാകും. അപ്പം 49% ഓഹരിയുള്ള MSCയുടെ TIL ഈ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ ബെർത്തിൻ്റെ പകുതി, അതായത് 1200 മീറ്ററിൻ്റെ പകുതി അവരുടെ MSCയുടെ കപ്പലുകൾ അടുപ്പിക്കുന്നതിന് വേണ്ടി നൽകേണ്ടി വരും. കാരണം ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ടെർമിനൽ ഓപ്പറേഷൻ്റെ പകുതിയോളം ഏകദേശം 49% ഓഹരിയുള്ള കമ്പനിയാണ്. അപ്പോൾ അവർക്കത് ഉറപ്പായും അദാനി പോർട്സിന് മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ഘട്ടത്തിലാണ് 2 കാര്യങ്ങൾ കരാർ പ്രകാരം സംസ്ഥാന സർക്കാർ പ്രധാനമായും പരിഗണിക്കേണ്ടി വരും. ഒന്ന് ദേശസുരക്ഷ, അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം. പൊതു താല്പര്യമാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷത്തുള്ളവരും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ 2 വിഷയങ്ങൾക്ക് പുറമെ ഇതിൽ കുത്തക അവകാശം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ വിവേചനം ഒഴിവാക്കേണ്ടി വരും. നല്ല മത്സര സാധ്യത ഉറപ്പുവരുത്തേണ്ടി വരും. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഒപ്പം തന്നെ ദീർഘവീക്ഷണത്തോടെ വികസനം നടപ്പാക്കും. ഈ 5 കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുമ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ 49% ഓഹരി എങ്ങനെ അദാനി പോർട്സിന് MSC കമ്പനിക്ക് വിൽക്കാൻ സാധിക്കും? തീർച്ചയായും നയപരമായ ഒരു തീരുമാനം വീണ്ടും UDFിൻ്റെയും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയും മുന്നിലേക്ക് വരുന്നു എന്നതാണ്. അതായത് 49% ഓഹരി അദാനി പോർട്സ് TILന് നൽകുമ്പോൾ അവർ അതിൻ്റെ ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻസിൻ്റെ പകുതി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവരുടെ ഓപ്പറേഷൻസിന് വേണ്ടി അവർക്ക് നിയമപരമായി തന്നെ അവർക്ക് അദാനിക്ക് മുന്നിൽ ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് നേരത്തെ വിജയ് മാത്യു അദ്ദേഹമൊക്കെ സംസാരിച്ചപ്പോൾ ഇത് ഒരു കമ്പനിക്ക് മാത്രമായി തീരെഴുതുന്ന നിരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, ഇപ്പോൾ മെസ്കിൻ്റെ കമ്പനിയാണ് ആദ്യമായി ഷെൻഹുവ ഈ സാൻ ഫെർണാണ്ടോ കപ്പൽ ചരക്കുമായി വന്നത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് തുരുതുരാ വന്നത് MSC കമ്പനിയാണ്. ഇപ്പോൾ ലോകത്ത് 100 തുറമുഖങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന 1005 കപ്പലുകളുള്ള കമ്പനിയാണ് MSC എന്നതും അതിലൂടെ ഒരുപാട് കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് വരും എന്നതൊക്കെ പറയുമ്പോഴും മറ്റ് കമ്പനികൾക്ക് ഒരു മത്സര സ്വഭാവം വിഴിഞ്ഞം തുറമുഖത്തിന് ഇല്ലാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്ന ആശങ്കകൾ കൂടി സംസ്ഥാന സർക്കാരിന് പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. തീർച്ചയായിട്ടും അതൊരു പ്രതിസന്ധിയായി ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന് മുമ്പിലേക്ക് വന്നേക്കാം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാന താല്പര്യം സംരക്ഷിക്കപ്പെടില്ലേ, സംസ്ഥാന താല്പര്യം ഹനിക്കപ്പെടുമോ? ഒരു മൊണോപ്പൊളി വിഴിഞ്ഞം തുറമുഖത്ത് വരുന്നത് വിഴിഞ്ഞത്തിൻ്റെ ഭാവി വികസനത്തിന് തടസ്സമാകുമോ എന്ന ചോദ്യം, അത് പൊതു താല്പര്യമുള്ളതാണ്. രണ്ടാമത്തത് രാഷ്ട്രീയമാണ്. KC വേണുഗോപാൽ വളരെ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്, രാഹുൽ ഗാന്ധിക്ക് അഡാനിയുമായി
നിശ്ചിതമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നിരിക്കെ അദാനിയുടെ സർക്കാർ അറിയാതെയുള്ള ഈ നീക്കത്തിന് ഒരു പച്ചക്കൊടി കാണിക്കാൻ അവർ സമ്മതിക്കുമോ എന്ന പ്രശ്നം, ഈ രണ്ട് പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടി വരും. എങ്ങനെ കലങ്ങി തെളിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം.